നമ്മുടെ സമസ്തക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സ്വീകരിച്ച ഒരു തന്ത്രമുണ്ട്. അവർക്കെതിരെ ആരോപണങ്ങൾ വരാൻ സാധ്യതയുള്ളപ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ച കാര്യങ്ങളെക്കുറിച്ച് സമൂഹം ചോദ്യം ചെയ്യാതിരിക്കാൻ അവരെന്ത് ചെയ്യും? അവർ മറ്റാരെങ്കിലും പ്രതിസ്ഥാനത്ത് നിർത്തി നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്കെതിരെ തിരിയേണ്ട ശബ്ദങ്ങളൊക്കെ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു സംഘടനയ്ക്കെതിരെ തിരിഞ്ഞ് ഇവർ രക്ഷപ്പെടും. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെയും മൗദൂദിയെയും ഒക്കെ നിരന്തരം ചർച്ച ചെയ്യുന്നതിലൂടെ സമസ്ത ഉദ്ദേശിക്കുന്നത്. അവർ മറച്ചു വെച്ച ഒരു ഭൂതമാണ്. അത് പുറത്ത് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളമാണ് ഈ കാണുന്നതൊക്കെ. അതിലൊരു ഉദാഹരണം മാത്രം പറയാം. മൗദൂദിക്കെതിരെ ഇവർ നിരന്തരം ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? മൗദൂദി ജനാധിപത്യ വിരുദ്ധനാണ്. കാരണം അദ്ദേഹം ജനാധിപത്യത്തെ നിരൂപണം ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മതരാഷ്ട്രവാദിയാണ്, അദ്ദേഹം രാജ്യദ്രോഹിയാണ്, തീവ്രവാദത്തിന്റെ മാസ്റ്റർ ബ്രെയിനാണ്. അപ്പൊ അദ്ദേഹം രൂപീകരിച്ച ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനക്ക് അങ്ങനെയാണെന്ന് ഇവർ സമർത്ഥിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൗദൂദിയുടെ ഇതേ അഭിപ്രായം, ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഇതേ അഭിപ്രായമുള്ള പണ്ഡിതന്മാരെ ഇവർ ഗുരുക്കളായിട്ട് അംഗീകരിക്കുന്നത്. ഉദാഹരണമായിട്ട് സമസ്ത അംഗീകരിക്കുന്ന വലിയൊരു ആഗോള പണ്ഡിതനാണ് ഷെയ്ഖ് ഉമർ ബിൻ ഹഫീർ. യമനിലെ വലിയ പണ്ഡിതനാണ്, സൂഫി പണ്ഡിതനാണ്. പലപ്പോഴും കേരളത്തിൽ വന്നിട്ടുണ്ട്. സമസ്തക്കാർക്ക് പ്രത്യേകിച്ച് AP വിഭാഗത്തിൽ പ്രത്യേകം മനസ്സിലാവും. കാരണം പലപ്പോഴും കാന്തപുരത്തിന്റെ അതിഥിയായിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ആളുകൾക്ക് മനസ്സിലാകാൻ നിമിഷപ്രിയ വിഷയത്തിൽ യമനിൽ നിന്നും കാന്തപുരത്തിൽ ആൾ സഹായിച്ചെന്ന് വാർത്തയിൽ കേട്ടിട്ടുണ്ടാവേ, അതാണ് ഈ ഉമർ ബിൻ ഹഫീർ എന്ന് പറയുന്ന ആൾ. ഒന്നുകൂടി മനസ്സിലാകാൻ ഇന്ന് സഖാക്കൾക്കും അതുപോലെ സമസ്തക്കും വേണ്ടി ജമാഅത്തിനെതിരെ ചാവേറായി നടക്കുന്ന ജവാദ് മുസ്തഫവി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെയുള്ള മുസ്തഫവി എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഈ ഉമർ ബിൻ ഹഫീർ. അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ് ഈ ജവാദ് മുസ്തഫവി. അദ്ദേഹത്തെക്കുറിച്ച് വലിയൊരു ജീവചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ജനാധിപത്യത്തെക്കുറിച്ച് ഇതുപോലെ നിരൂപണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ലേഖനം ഇങ്ങനെയാണ്. അതിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കുറേ സംവിധാനങ്ങൾ, ഇസ്ലാമിക സിസ്റ്റത്തെക്കുറിച്ചും ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയാം. ഇങ്ങനെ പറഞ്ഞ ഒരു ഘട്ടത്തിൽ അദ്ദേഹം സബഇ രാജ്ഞിയെ കുറിച്ച് പറയുന്നത്. സബഇ രാജ്ഞിയായ ബിൽഖീസ് അവർ ഒരു ഘട്ടത്തിൽ സുലൈമാൻ നബിയുമായി ചേരുകയും പിന്നീട് ദൈവത്തിന്റെ ഒരു വ്യവസ്ഥയിലേക്ക് മാറുകയും ചെയ്തെന്നൊക്കെ പറഞ്ഞതിന്റെ ശേഷം അദ്ദേഹം നടത്തുന്ന ജനാധിപത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങളെക്കുറിച്ചുള്ള നിരൂപണമാണ് ചുരുക്കി വായിക്കാൻ. ഈ ഒരു സ്വാതന്ത്ര്യവും ഈ ഒരു വിശാലതയും ഒന്നും ഇസ്ലാം അല്ലാത്ത ഒരു സിസ്റ്റത്തിലും വേറെ ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇപ്പോൾ ലോകത്ത് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ജനാധിപത്യം എന്നൊക്കെ അവകാശപ്പെടുന്ന സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? അവർ ജനങ്ങളെ വിഭജിക്കുകയല്ലേ? നിയമം നിർമ്മിക്കുന്ന ഒരു വിഭാഗം, നിയമം അടിച്ചേൽപ്പിക്കപ്പെടുന്ന വേറൊരു വിഭാഗം, ആജ്ഞാപിക്കാൻ അധികാരമുള്ള ഒരു വിഭാഗം, ആജ്ഞകൾ അനുസരിക്കാനും വിധേയപ്പെടാൻ വേറൊരു വിഭാഗം. ഇത് പറയാണ്. പിന്നെ അതിന് പുറമെ ജനങ്ങൾക്കിടയിൽ വേറെയും ഓരോ ആളുകൾക്ക് അവരുടെ യോഗ്യത അനുസരിച്ച് വേറെയും കുറെ പദവികൾ, നിയമനിർമ്മാണത്തിന്റെയും മറ്റുമൊക്കെ പദവികൾ നൽകുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇതൊക്കെ സുനുഹു ബശരൻ യഹ്കുമു ബശറൻ. ഇതൊക്കെ മനുഷ്യർക്ക് മേൽ തന്നെ അധികാരം നേടാനും ഭരിക്കാനുമുള്ള സംവിധാനങ്ങൾ മാത്രമാണ് എന്ന് അദ്ദേഹം വിമർശിച്ച് ജനാധിപത്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറയണം. അതുകൊണ്ട് ഇസ്ലാമിനെ യഥാവിധി മനസ്സിലാക്കിയ ഓരോ മനുഷ്യനും ചെയ്യേണ്ടത് മനുഷ്യർ പരസ്പരം വിധേയരാകുന്ന ഇത്തരം സംവിധാനങ്ങൾക്കെതിരെ പടച്ചവന് മാത്രം വിധേയപ്പെടേണ്ട സംവിധാനത്തെ ഉദ്ഘോഷിക്കുക എന്നതാണ്. ഇത് അദ്ദേഹത്തിന്റെ വാക്കിങ്ങനെയാണ്: പടച്ചവന് മാത്രം വിധേയപ്പെടുക. ആ ഒരു അവസ്ഥയിലേക്ക് ഇതൊക്കെ മാറിപ്പോകേണ്ടതുണ്ട്. എന്നിട്ട് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ജനങ്ങളൊക്കെ തിരസ്കരിച്ചാലും, ഇസ്ലാമിക സംവിധാനത്തെ ജനങ്ങളൊക്കെ തിരസ്കരിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളുടെ അന്തസ് മുറുകെ പിടിക്കണം. നമ്മൾ ഈ ആളുകൾ കൊണ്ടുവരുന്ന സംവിധാനത്തെ നിയമങ്ങളൊന്നും നമ്മൾ അനുസരിക്കരുത്. നമ്മൾ അള്ളാഹുവിന്റെ നിയമത്തിന് മാത്രം വിധേയപ്പെട്ട് അതനുസരിച്ച് മാത്രം നിയമനിർമ്മാണങ്ങൾ നടത്തണം എന്ന് പറഞ്ഞ ആളാണ് ഈ ഉമർ ബിൻ ഹഫീൽ എന്ന് പറയുന്ന സംസ്ഥയുടെ ആഗോള നേതാക്കളിൽ ഒരാൾ. എന്റെ ചോദ്യം ഇതാണ്: ഇദ്ദേഹം ജനാധിപത്യത്തെ ഇത്ര ക്രൂരമായിട്ട് വിമർശിച്ച ആളാണ്. അങ്ങനെ ജനാധിപത്യ വിരുദ്ധനായ ഒരാളെയാണോ നിങ്ങൾ കേരളത്തിലേക്ക് പല പരിപാടികൾക്കും അതിഥിയായിട്ട് കൊണ്ടുവന്നത്? അദ്ദേഹത്തെയാണോ നിങ്ങൾ ഞങ്ങളുടെ വലിയ ഗുരുവാണ് എന്ന രീതിയിൽ പരിചയപ്പെടുത്തിയത്? അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണോ നിങ്ങൾ പ്രസിദ്ധീകരിച്ചത്? അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇതേ വിമർശനങ്ങൾക്ക് ജനാധിപത്യത്തെക്കുറിച്ച് നിങ്ങൾക്കുമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തോട് തുറന്നു പറയണം.